السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في تدبر سورة الأنعام، وقد أكملنا 68 آية من تلك السورة، واليوم سنتحدث من آية 69 إلى آية 73 إن شاء الله. ഇതിൻ്റെ വാക്കർത്ഥം എനിക്ക് വളരെ വൈകിട്ടാണ് അയച്ചിരിക്കുന്നത്. കാരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ആ സാധനം എത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു 3, 4, 5 വാക്കുകളാണ് ഇതിൽ പുതുതായിട്ട്. 4 വാക്കുകളാണ്. ഹമീം നമുക്ക് നേരത്തെ അറിയുന്നതാണ്. ബാക്കി അബസര യുബസിലു എന്ന് പറഞ്ഞാൽ നാശത്തിൽ അകപ്പെട്ടു. ഷറാബ് അറിയാം, അതും പഴയ വാക്കാണ്. പിന്നുള്ളത് ഇസ്തഹ്വ. ഇസ്തഹ്വ എന്ന് പറഞ്ഞാൽ വശീകരിച്ച് വഴി പിഴപ്പിച്ചു. ഇസ്തഹ്വത്ത് ഷൈത്താൻ. മറ്റൊന്ന് ഹൈറാൻ. ഹൈറാൻ എന്ന് പറഞ്ഞാൽ ഹൈറാൻ ആകുമ്പോഴത്തേക്ക് ആനിൽ അവസാനിക്കുന്നുണ്ട്. എന്താണ്? യു ആൻ പോലെ വയറ് മുൻസിരിഫാണ്. ഹൈറാൻ എന്ന് പറഞ്ഞാൽ വഴിയറിയാതെ പരിഭ്രാന്തനായി അലയുന്നവൻ എന്നതാണ് അതിൻ്റെ. അപ്പോ ഇത് പുതിയ വാക്കുകളാണ്. ഈ 3 പുതിയ വാക്കുകളാണുള്ളത്. അബ്സല, ഇസ്തഹ്വ, ഹൈറാൻ. ഈ 3 വാക്കുകളും എന്താണ്? വളരെ അപൂർവമായി മാത്രം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പിന്നീട് വ്യാകരണപരമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയപ്പോണ്ടോ? എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന മിക്കവാറും പേര് വായിച്ചു നോക്കിയെന്നാണ്. അറ്റൻഡ് ചെയ്യുന്ന അത്രയും എണ്ണം വായിച്ചു നോക്കിയതായി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും വ്യാകരണപരമായി വാക്യഘടനാപരമായി എന്തെങ്കിലും തോന്നിയോ? വാക്യഘടനയൊക്കെ നോക്കിയോ? കർത്താവാണോ, കർമ്മമാണോ, അതല്ല കാനയുടെ ഇസ്മാണോ, കാനയുടെ ഖബറാണോ, അതുപോലെ ഇന്നയുടെ ഇസ്മാണോ, ഇന്നയുടെ ഖബറാണോ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? അതുപോലുള്ള സംഭവങ്ങൾ നോക്കണം. ആ വാക്യഘടന മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ അദല യദിലു എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കുല്ല അതിലിൻ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിനനുസരിച്ച് പറയാൻ പറ്റണം. ആദിലുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദില്, അവിടെ എന്താണ് ആദിലിന്റെ അർത്ഥം? പ്രായശ്ചിത്തം. അപ്പൊ ഇവിടെ ആ അർത്ഥമാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ നീ എന്നുള്ള തായല്ല, ഇവിടെ നഫ്സാണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ആ നഫ്സ് അപ്പോ ഹിയ താജിലുമാണ്. അന്ത താജിലു ഹിയ താജിലു. അന്ത താജിലു എന്നും പറയും, ഹിയ താജിലു എന്നും പറയും. ഇവിടെ അന്ത വരാൻ സാധ്യതയില്ല. കാരണം എന്താണ്? അഭിസംബോധിത ഇല്ല. ഒരു വ്യക്തിയോടല്ല സംസാരിക്കുന്നത്. മറിച്ച് എന്താണ്? അതിന്റെ ആയത്തിന്റെ തുടർച്ച വരുമ്പോഴത്തേക്ക് ആ നഫ്സിനെ കുറിച്ചാ പറയുന്നത്. ബിമാ കസബത്ത്, അപ്പൊ അത് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു. ലൈസ ലഹ, അത് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു.
മിന്ദൂനില്ലാഹി വലിയും വല ഷഫീഉൻ കഴിഞ്ഞിട്ട് പിന്നെ വഇൻ തഅദിൽ ആ നഫ്സ് പ്രായച്ചിത്തമായി കൊടുത്താൽ കുല്ല അദിലിൻ എല്ലാ തരത്തിലുള്ള പ്രായച്ചിത്തവും അതാണ് വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചതും സന്ദർഭവുമായിട്ടുള്ള കണക്ഷൻ. വാക്യഘടനയാണ് കുറച്ച് പ്രയാസം. വാക്യഘടനയിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ അത് ചേർത്ത് വരുമ്പോ അത് ഇവിടെ എല്ലാം ഫേലും ഫാലും മഫൂലും ആണ് വന്നിരിക്കുന്നത്. അതെ അതെ അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി. ഈ 3 വാക്കാണ് നമുക്ക് പുതിയ വാക്കുകളുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന വാക്കുകളാണ്. പിന്നെ വാക്യഘടന നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ വഞ്ചിച്ചു അങ്ങനെ എന്താ? ഹറ വഞ്ചിച്ചു. പഠിച്ചിട്ടുണ്ടല്ലോ. ഹറയെ പഠിച്ചിട്ടുണ്ട്. അഷ്റഫ് സാഹിബല്ലേ ചോദിക്കുന്നത്? അതെ അതെ. അഷ്റഫ് സാഹിബ് പഴയ വാക്കുകളൊക്കെ പഠിക്കണം. എനിക്ക് തോന്നുന്നു അഷ്റഫ് സാഹിബ് ബക്കർ ആലിമ്രാനൊക്കെ ജമ്പ് ചെയ്ത് വന്നാണെന്ന് തോന്നുന്നു അല്ലേ? ബക്ര ചെയ്തിട്ടുണ്ട്, ബാക്കി ആലിമ്രാൻ നിസാറും ഇല്ല കയറിയിട്ടില്ല. ജമ്പ് ചെയ്ത്. കുഴപ്പമില്ല, ഇതിലുള്ളത് പഠിച്ചാലും മതി. ഓക്കെ, വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നുകൂടി വാക്കർത്ഥം, വാക്യഘടന എന്തെങ്കിലും ശരിയാകാതെ വരുന്നുണ്ടോ എന്ന് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا. قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون. وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير. ما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. അവിടെ വാക്യഘടന ഒന്നും നമുക്ക് ചിന്തിക്കാനേ ഇല്ല. കാരണം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ഫാലും മഫൂലായിട്ട് വന്നിരിക്കുന്ന സംഭവമൊന്നുമില്ല. പരസ്പരം കണക്ട് ചെയ്ത് നമുക്ക് പറയേണ്ട സംഗതികളില്ല. അടികളൊക്കെ ഉണ്ട്. അലല്ലദീന യത്തഖൂന, അല മീൻസ് അപ്പോൾ എന്ന് പറയുന്ന പോലെ അവരുടെ മേൽ ബാധ്യത എന്ന അർത്ഥത്തിലാണ്. അലല്ലദീന യത്തഖൂന, തഖ്വ അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ ഉത്തരവാദിത്വമില്ല, ബാധ്യതയില്ല. മിൻ ഹിസാബി ഹിം, കേട്ടോ, അത് വേറെ ഹിമ്മാണ്. നേരത്തെ പറഞ്ഞ ദീനിനെ പരിഹസിക്കുകയും കളവാക്കുകയും അങ്ങനെ അലസമായി ജീവിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിസാബിൽ നിന്നും ഈ തഖ്വയുള്ളവരുടെ മേൽ യാതൊരു ബാധ്യതയുമില്ല. വലാകിൻ ദിക്റ, പക്ഷേ ഉത്ബോധനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
വലാക്കിൻ ദിക്റ, ഉത്ബോധനം എന്ന് പറഞ്ഞാൽ ഉത്ബോധനമുണ്ട്. ഉത്ബോധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉത്ബോധനത്തിന്റെ ബാധ്യതയുണ്ട് അവർക്ക്. ഉത്ബോധനം ചെയ്യണം, ഉത്ബോധനം ചെയ്യണം. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി. നേരത്തെ പറഞ്ഞ അവിവേകികൾ, അശ്രദ്ധമായി ജീവിക്കുന്നവർ, ദീനിനെ കളവാക്കുന്നവർ, തള്ളിപ്പറയുന്നവർ, ഇവരെ പരിഹസിക്കുന്നവർ, അവരെന്ത് ചെയ്യും? അവർ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി അവരെ പ്രബോധനം ചെയ്യണം. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുടെ കണക്കൊന്നും ഇവരുടെ മേൽ ബാധ്യതയില്ല, സൂക്ഷ്മാരുക്കളുടെ മേൽ ബാധ്യതയില്ല. ദീനഹും, വദരി എന്ന വാക്കിനെ എങ്ങനെ തിരിച്ചു പറയാം? വദറ അല്ലദീന, തിരിച്ചു പറയാനേ പറഞ്ഞുള്ളൂ. വദർ വ അധികം ദർ, അവിടെ കസറില്ല. വ അധികം ദർ. പിന്നെ അല്ലദീനയുടെ ലാമിന് സുക്കൂനായതുകൊണ്ടാണ് ഇതിന് ഒരു 2 ലാമുണ്ട്. ആദ്യത്തെ ലാമിന് സുക്കൂൻ, മറ്റെന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ വന്നാൽ ശേഷമുള്ള ഒരക്ഷരം സുക്കൂനായിരിക്കും. ഹംസത്തിൽ വന്നാൽ ശേഷമുള്ള അക്ഷരം സുക്കൂനാകുമ്പോഴാണ് ഹംസത്തുൽ വസ്ൽ വരുന്നത്. അപ്പൊ ആ സുക്കൂനും ഈ സുക്കൂനും ഒരുമിച്ച് വന്നതുകൊണ്ട് കൽപ്പനക്രിയയിലെ സുക്കൂൻ ഒഴിവാക്കുന്നത് കെസ്റ് കൊണ്ടാണ്. ഒൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ ഒരിൽ ഹംദുലില്ല എന്നാണ് ചേർക്കുക. അപ്പൊ അങ്ങനെയാണ് സർ വന്നു. സറിന്റെ മാളി എന്താണ്? വദറ വസീറ. വസീറ യദറു. വദറ യദറു. വസീറ യദറു. പക്ഷെ അതിന്റെ മാളി ഇല്ല, മാളി പ്രയോഗത്തിലില്ല. മുലാരിയ പ്രയോഗത്തിലുള്ള, മുലാരി പ്രയോഗത്തിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കൽപ്പനയും വരും, വിരോധക്രിയയും വരും. കാരണം മുലാരി എന്നാണ് കൽപ്പനക്രിയയും വിരോധക്രിയകളും. അപ്പൊ ലാ തദർ അതിൽപ്പെട്ടതാ. ലാ തദർ അലൽ കാഫിരിന, ലാ തദർ അലൽ അർളി മിനൽ കാഫിരിന ദയ്യാറാന്ന്. അതേപോലെ ദറു ലാഹിറൽ ഇസ്മി വ ബാത്തിനഹു എന്നൊക്കെ പറയും. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹ്വ, തങ്ങളുടെ ദീനിനെ ദീനെന്ന് പറയുന്നത് സമഗ്ര സമ്പൂർണ്ണ സംവിധാനമായിട്ടും കണക്കാക്കാം, അല്ലെങ്കിൽ മതമായിട്ടും പറയാം. ഏത് രീതി പറഞ്ഞാലും ദീനിനെ ലഇബ്, കളി, ലഹ്വ്, തമാശ ആക്കി ഇത്തഹദ എടുത്തവരെ, അങ്ങനെ എടുത്തവരെ എന്ത് ചെയ്യുക? ഫർസൈക്ക്, അവരെ ഒഴിവാക്കുക, അവരെ കളഞ്ഞേക്കുക. ദീനിനെ ഗൗരവമായി പരിഗണിക്കുന്നവരോട് പ്രബോധനം നടത്തിയിട്ട് സംസാരിച്ചിട്ടും വാദപ്രതിവാദം നടത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരോട് സംസാരിച്ചാൽ അത് വൃഥാവിലാണ്, വെള്ളത്തിൽ വരച്ച വര പോലെ. വഹറത്തുഹും, അവരെ വഞ്ചിതരാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു. അൽ ഹയാത്തു ദുനിയ, അവിടെ എന്തുണ്ട്? ഹയാത്തു ദുനിയ എന്താണ്? ഹയാത്തു അതിന്റെ ഹറത്തിന്റെ ഫായിലാണ്. അതുകൊണ്ടാണ് ഹറത്ത് എന്ന സ്ത്രീലിംഗം വന്നത്. ഹറത്ത് ഹോം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആൾക്കാർ ദീനിനെ കളിവാക്കിയത്, കളിയും തമാശയുമാക്കിയത്. ഹറത്ത് ഹോം അൽ ഹയാത്തു ദുനിയ, ഹയാത്തിന്റെ വിശേഷണമാണ് ദുനിയ. ഹയാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ദുനിയ സ്ത്രീലിംഗമായ. ദുനിയയുടെ പുല്ലിംഗം എന്താണ്? അതിന് ഖുർആനിലുണ്ട്. അതിനെല്ലാറും ഏറ്റവും അടുത്തത്. അതിനെല്ലാറും എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥലം എന്നർത്ഥം, ഏറ്റവും അടുത്ത ഭൂമിയല്ല. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വഹും ഫിൽ ഉദ്വത്തി ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ പരിസരത്ത് ആ സുഹൃത്ത് തന്നെ ഉണ്ട്. അപ്പൊ ദുനിയയും അവിടെ ഉണ്ട്, അതിനയും ഉണ്ട്. അതിനയുടെ സ്ത്രീലിംഗമാണ് ദുനിയ. അപ്പോ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ സമീപസ്ഥമായ ജീവിതം,
അതിനെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതം, മരണത്തിന് മുമ്പുള്ള ജീവിതത്തിന് ഹയാത്ത് ദുനിയ. സമീപസ്ഥമായ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിന് മുമ്പുള്ള ജീവിതത്തെയാണ് ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത്. ഹയാത്തുൽ ആഖിറ എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള അല്ലെങ്കിൽ അവസാനത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം. വദക്കിർ ബിഹി, വദക്കിർ ബിഹി, അത് മുഖേന ഓർമ്മിപ്പിക്കുക. അപ്പൊ അതേതാണ്? ബിഹി എന്ന് പറഞ്ഞാൽ അത്. ആ. അതെന്ന് പറഞ്ഞാൽ ഖുർആൻ. ആ ഖുർആൻ കൊണ്ട് കേട്ടോ. ഹാദ എന്നല്ല പറഞ്ഞത്. ഹാദ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിരിക്കുന്ന നമ്മളെ കയ്യിൽ ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്രിന്റഡ് വെർഷനാണ്. ഒറിജിനൽ ഖുർആൻ എന്താണ്? ഓൺ ദ ടോപ്പ്. അത് അതിന്റെ തത്വത്തിലും അതിന്റെ തത്വസംഹിതയും ഫിലോസഫിക്കൽ വശങ്ങളിലും അതേപോലെ മൂല്യത്തിലും എല്ലാത്തിലും എന്താണ്? ഉന്നതിയിൽ നിൽക്കുകയാണ്. അതേപോലെ അത് ലൗഹൽ മഹ്ഫൂദിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഒറിജിനൽ. അതിനെ ആർക്കും അവഹേളിക്കാനോ അവമതിക്കാനോ കഴിയുകയില്ല. അതിലാർക്കും കൈകടത്തിൽ വരുത്താനോ മാറ്റത്തിൽ വരുത്താനോ കഴിയുകയില്ല. അതുകൊണ്ട് ആണ് എപ്പോഴും ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഹി ഹുവ എന്നൊക്കെയാണ് പറയുക. ദാലിക്കൽ കിതാബ്. അതുകൊണ്ട് സക്കിർ ബിഹി, അത് മുഖേന ഉത്ബോധനം നടത്തി. ഖുർആൻ കൊണ്ടാണ് ഉത്ബോധനം നടത്തിയത്. നമ്മൾ ഖുർആനെ കുറിച്ച് ഈ പ്രബോധനം നടത്തുന്നവരെ സമയത്തോളം ഖുർആൻ ആവർത്തിച്ച് വായിക്കണം. സൂറത്തുൽ അൻആം തന്നെ ആദ്യം മുതൽ അവസാനം വരെ പല പ്രാവശ്യം വായിച്ചാൽ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരെ പ്രബോധനം ചെയ്യണം, ആരോട് പ്രബോധനം നടത്തണം, എങ്ങനെയുള്ളവരോട് എങ്ങനെ പാദപ്രയോഗം നടത്തണം, എങ്ങനെ പ്രബോധനം നടത്തണം എന്നൊക്കെ ഇതിൽ സവിസ്തരം പറയുന്നുണ്ട്. പല പ്രാവശ്യം വായിച്ചു നോക്കണം. അടുത്ത് നമ്മൾ ഭൗതികമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. പലപ്പോഴും ഖുർആനെ കുറിച്ച് പറയുന്ന ആൾക്കാർക്ക് ഖുർആനെ കുറിച്ച് അറിയില്ല. ഞങ്ങളോട് ഇപ്പൊ ഒരു എന്താ പറയാ, തീവ്രമായി ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഒരാൾ തീവ്രമായി വാദിക്കുന്ന ആളാണ്. അയാൾ ഈ പ്രദേശത്തൊക്കെയും ഓടി നടന്ന് ഒരുപാട് പ്രബോധനം നടത്തിയിട്ടുള്ള ആളാണ്. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഖുർആൻ വായിച്ചാൽ മനസ്സിലാവുമെന്ന് ചോദിച്ചു. അതറിയില്ല. ബാക്കിയെല്ലാം കേട്ട് കേൾവിയാണ്. കേട്ട് കേൾവി എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന നല്ല കാര്യങ്ങളാണ്, ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ ഖുർആനിൽ നിന്ന് നമുക്ക് ബോധം ഉൾപ്പെടണം. അപ്പൊ നമുക്ക് ശൈലിയും രീതിയും മനസ്സിലാവും. അതാണ് ദക്കിർ ബിഹി എന്ന് പറയുന്നത്. അതേപോലെ പ്രവാചകന്മാരെ കൊണ്ട് ദൗത്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? യത്ലു അലൈഹിം ആയാതിഹി യസക്കിഹിം. ഒന്നാമത് പറഞ്ഞെന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചു, അള്ളാഹിന്റെ സൂക്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പൊ അതിലൂടെ പ്രബോധനം നടത്തിയെങ്കിൽ മാത്രമേ പ്രബോധനം ശരിയായ രീതി നടക്കൂ. നഫ്സ് എന്താകും? തുബ്സല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അബ്സല യുബ്സിലു, നാശത്തിലകപ്പെട്ടു. അപ്പൊ എന്താണ്? തുബ്സല, നാശത്തിൽ അകപ്പെടുത്തപ്പെടാൻ പെടും എന്ന് പറഞ്ഞാൽ അകപ്പെടും, നാശത്തിൽ അകപ്പെടും. നഫ്സുൻ, ആത്മാവ്, അല്ലെങ്കിൽ ഒരു വ്യക്തി നാശത്തിൽ അകപ്പെടും എന്നതിനാൽ എന്ത് ചെയ്യണം? ദക്കിർ ബിഹി, ആ ഖുർആൻ കൊണ്ട് അവന് ഓർമ്മപ്പെടുത്തുക. മറ്റു രീതിയിൽ പറഞ്ഞാൽ അയാൾ നാശത്തിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. അല്ലാത്തുബസല, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും എന്താ പറയുക, അല്ലാത്തുബസല, അയാൾ നാശത്തിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എന്നും പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുക്കും. നമുക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ അൻതുബസല നഫ്സൻ, ഒരു വ്യക്തി നാശത്തിൽ അകപ്പെടും എന്നതിനാൽ എന്ത് ചെയ്യാം? അയാളെ ഉത്ബോധനം ചെയ്യുക, അയാളെ ഓർമ്മിപ്പിക്കുക. എന്ത് കാരണമായി? ബിമാ കസബത്ത്, അവൻ ചെയ്തത് കാരണം, അവൻ പ്രവർത്തിച്ചു കൂട്ടിയത് കാരണം. അല്ലെങ്കിൽ ആ കസബത്ത് എന്ന് പറയാൻ കാരണം ആ നഫ്സ് സ്ത്രീലിംഗമാണ്. എപ്പോഴും നഫ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? നഫ്സ് എന്ന് പറയുന്നത് കൊണ്ട് നഫ്സ് എന്ന പദം സ്ത്രീലിംഗമായിട്ടാണ്. അതുകൊണ്ട് കസബത്ത്
ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഅ്. യഥാർത്ഥത്തിൽ അയാൾ നാശത്തിൽ അകപ്പെടും, അയാളുടെ പ്രവൃത്തി കാരണം അയാൾ നാശത്തിൽ അകപ്പെടും. പിന്നെ യഥാർത്ഥത്തിൽ ലൈസ ലഹ, അതിന് ആ നഫ്സിനുണ്ടാവുകയില്ല, മിൻ ദൂനില്ലാഹി, അള്ളയെ കൂടാതെ, വലിയ്യുൻ വലാ ശഫീഅൻ, ഒരു രക്ഷാധികാരിയും ഉണ്ടാവുകയില്ല, ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷഫാഅത്തിനെ കുറിച്ച് നമ്മൾ ഷഫാഅ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. നമ്മൾ GPT-യോട് ചോദിച്ചാൽ പറഞ്ഞുതരും ഷഫാഅ എന്ന വാക്ക് എവിടെയൊക്കെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെല്ലാം എന്താണ്, ഷഫാഅത്തിനെ നിഷേധിക്കുന്നതിനാണ്. നമ്മൾ ഷഹീദ സെർച്ച് ചെയ്ത പോലെ, അതിനെ ഷഹീദയെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തിയത് പോലെ തന്നെ ഷഫാഅത്തിനെ കുറിച്ചും റിസർച്ച് നടത്തും. ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാമെന്ന ഒരു സംഭവമേ എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഷഫാഅത്ത് ഉണ്ട്, പ്രവാചകൻ ഷഫാഅത്ത് ചെയ്യും, പ്രതീക്ഷാതീർ ഷഫാഅത്ത് ചെയ്യും. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, ഖുർആൻ പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് കാണിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നതെല്ലാം ഒരു ഷഫാഅത്തും ഇല്ല. ഈ ഷഫാഅത്ത് നടത്തണമെങ്കിൽ തന്നെ കുറേ തപസ്സിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഷഫാഅത്താണ്, പരലോകത്തിൽ ചെയ്യുന്ന ഷഫാഅത്താണ് ഏറ്റവും വലിയ ഷഫാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഷഫാഅത്തുൽ കുബ്ര എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് നടക്കാൻ വേണ്ടിയുള്ള ശുപാർശ. ജഡ്ജ്മെന്റ് നടക്കാൻ, ആർക്കും സപ്പോർട്ട് ചെയ്തിട്ടല്ല, അവരെ കല്ലും തെല്ലും തിരിച്ചു വിടാൻ വേണ്ടിയുള്ള ശുപാർശയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, അങ്ങനെ എല്ലാവരും വിയർപ്പിൽ അങ്ങനെ മുങ്ങിക്കൊടി ചെയ്യാൻ, ഒരു എങ്ങനെയെങ്കിലും ഒന്ന് വിചാരണ നടന്ന് നരകത്തിലാണെങ്കിൽ നരകത്തിൽ, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന, എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥ കുറേ നാളായിട്ട്, അതായത് ഒരു ദിവസം നനക്കാൻ 50 അൽഫസന എന്നാണ്, 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. അങ്ങനെ എത്രയോ ദിവസങ്ങൾ ചെലവഴിക്കുന്നു എന്നാണ്. അത്രയും പ്രക്ഷുബ്ധമായ സന്ദർഭത്തിൽ, സൂര്യൻ തലയ്ക്ക് മീതെ ഒരു ചാൻ അടുത്ത് മാത്രം നിൽക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും വിചാരണ നടന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും സമീപിച്ച് അവരെല്ലാം കൈയൊഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഈ താങ്കളല്ലാതെ വേറെ ഒരു ഗത്യന്തരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യാൻ വേണ്ടി എല്ലാ സത്യവിശ്വാസികളുടെ മനുഷ്യന്മാരെല്ലാം കൂടി ഒന്ന് പറയുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അർശിന്റെ താഴെ സുജൂദിൽ കിടക്കുകയാണ്. എത്ര നാൾ കിടന്നു എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ഏത് കാനി മിഖ്ദാറുഹു 50 അൽഫസന, ഈ 50,000 വർഷത്തിന്റെ എത്ര നാൾ കിടന്നിട്ടുണ്ട് എന്ന് അറിയില്ല. അങ്ങനെ ദീർഘനാൾക്കിടെ സുജൂദിലായി കിടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അല്ല പറയുന്നത്, മുഹമ്മദ് ഈ തല ഉയർത്തു, സൽ, നീ ചോദിക്കൂ എന്ന് പറയും. അപ്പോഴാണ് ഈ വിചാരണ നടത്താൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത്. എന്നാ പിന്നെ ബാക്കി ശുപാർശ ചെയ്യുന്ന കാര്യം പിന്നെ എങ്ങനെയായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് അവിടെ ഒരാൾക്കും ശുപാർശയ്ക്ക് അവകാശമില്ല. ഇല്ലാമൻ ആദിൽ ലഹുർ റഹ്മാൻ കാല സവാബ എന്നൊക്കെ പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞു. അതാണ് ഷഫാഅത്ത്. അപ്പൊ ഷഫാ വെച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പൊ ആ നഫ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ നഫ്സ് പ്രായശ്ചിത്തം കൊടുത്താൽ, കുല്ല അദിലിൻ, പുല്ല് വന്നുകൊണ്ട് അതിൽ കസ് വന്നു, കുല്ല അദിലിൻ, എല്ലാ പ്രായശ്ചിത്തവും, ഏത് തരത്തിലുള്ള പ്രായശ്ചിത്തവും, എല്ലാ തരത്തിലുള്ള പ്രായശ്ചിത്തം കൊടുത്താലും അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇതും നമുക്ക് നേരത്തെ അൽ ബഖറയിൽ 2 പ്രാവശ്യം പറഞ്ഞു. ഷഫാഅത്തും വല അതിൽ എന്നൊക്കെ പറഞ്ഞു 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലും ബഖറയുടെ മധ്യത്തിലും പറയുന്നു. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള പ്രായശ്ചിത്തം സ്വീകരിക്കുകയില്ല എന്നിവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് GPT-യോട് ചോദിക്കാം. GPT ചോദിച്ചാൽ പറഞ്ഞുതരും. പ്രായശ്ചിത്തം സ്വീകരിക്കില്ല. GPT-യുടെ പ്രത്യേകത നമുക്കറിയാം. മലയാളം ചോദിച്ചാൽ മലയാളത്തിൽ പറഞ്ഞുതരും, അറബി ചോദിച്ചാൽ അറബി പറഞ്ഞുതരും, ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു. ഒന്നും ചെയ്യണ്ട. ലാംഗ്വേജ് ആ സെറ്റപ്പ് അങ്ങ് അവിടെ സംസാരിക്കുന്ന സമയത്ത് അങ്ങ് മാറ്റിയാൽ മതി. പിന്നെ ഈ തഫ്സീൽ എന്ത് പറഞ്ഞിരിക്കുന്നു ചോദിക്കാം. ഏത് തബ്രീൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ബിനിക്കസിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ഏതെങ്കിലും തഫ്സീലുണ്ടോ ആ തഫ്സീലിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ചോദിക്കാം, പറഞ്ഞിരിക്കും.
ഞാൻ യോഹദ് മിൻഹാദിൽ നിന്നും സ്വീകരിക്കില്ല. അപ്പൊ ഇതൊന്നും നമുക്കൊരു കോംപ്ലിക്കേഷൻ ഇല്ലേ വാക്യഘടനയില്? ഉലൈകല്ലദീന ഉബ്സിലു, അവരാണ് എന്തത്? നേരത്തെ ഞാൻ തുബ്സല നഫ്സിൻ എന്ന് പറഞ്ഞു. നഫ്സ് എന്താവും? നാശത്തിൽ അകപ്പെടുമെന്ന്, അകപ്പെടുത്തപ്പെട്ടു എന്നാണ്. എന്നാൽ സ്വയം അകപ്പെടും. ഉലൈകല്ലദീന ഉബ്സിലു, അവരാണ് നാശത്തിൽ അകപ്പെടുത്തപ്പെട്ടവർ. ബിമാ കസബു പറഞ്ഞാൽ അകപ്പെട്ടവർ. ബിമാ കസബു, അവർ പ്രവർത്തിച്ചത് കാരണം. ഇതൊക്കെ എംഫസൈസ് ചെയ്ത്, നമ്മളെപ്പോഴും അള്ളാന്റെ വിധിയാണ്, അവൻ അങ്ങനെ ആകണമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെയൊക്കെ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? അൻ തുബ്സല നഫ്സും ബിമാ കസബത്ത്, അവൻ പ്രവർത്തിച്ചത് കാരണമായി അവൻ നാശത്തിൽ അകപ്പെടും എന്നതിനാൽ, അല്ലെങ്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ബിഹി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രബോധനം നടത്തണം, ഓർമ്മപ്പെടുത്തണം. ഇവിടെ എന്താ പറയുന്നത്? ഉലൈകല്ലദീന ഉബ്സിലു ബിമാ കസബു, അവർ പ്രവർത്തിച്ചത് കാരണമായി അവർ നാശത്തിൽ അകപ്പെട്ടു. ലഹും ശറാബും മിൻ ഹമീം, അവർക്ക് സിറപ്പുണ്ട്. ഷറാബ് അറിയാമല്ലോ, സിറപ്പ്, പനി. പാനീയം. ഇതിന്ന് പിന്നെ ലാറ്റിനിലോ വേറെ ഏതെങ്കിലും ഭാഷയിൽ പോയിട്ടാണ്, സ്പാനിഷിൽ പോകും ആദ്യം. സ്പാനിഷിൽ നിന്ന് ലാറ്റിനിൽ പോകും. ലാറ്റിനിൽ പോയിട്ടാണ് പിന്നീട് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും അവര്? ഇതിന്റെ റൂട്ട് വേർഡ് സിറപ്പ് എന്ന് എഴുതിയിട്ട് അതിന്റെ റൂട്ട് വേർഡ് എവിടെ നിന്ന് ബോറോ ചെയ്യുന്ന ചോദിച്ചാൽ അത് ലാറ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്പെയിനിൽ നിന്നോ ആണെന്ന് പറയും. കാരണം എന്താ? ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കേന്ദ്രം സ്പെയിനായിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്ന് എന്ത് ചെയ്തു? കംപ്ലീറ്റ് വിജ്ഞാനങ്ങളും അവരെന്ത് ചെയ്തു? കോപ്പി അടിച്ചു. കോപ്പി അടിച്ചതിന് ശേഷമാണ് ഇൻവേഷൻ നടക്കുന്നത്. എല്ലാ വിജ്ഞാനങ്ങളും കോപ്പി അടിച്ചു, അതെല്ലാം പകർത്തി എഴുതി. എല്ലാം അവിടെ എന്താണ്? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിരുന്നു? എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും, എല്ലാ വിജ്ഞാനവും അവിടെയുണ്ട്, എല്ലാ സൗകര്യവും അവിടെയുണ്ട്. എല്ലാ തരത്തിലുള്ള ട്രാൻസ്ലേറ്റർമാരും അവിടെയുണ്ട്. എല്ലാ ഭാഷയിലുള്ള അന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സമീപസ്ഥമായ ഭാഷകളിലേക്കുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരും വിഭാഷികളും അവിടെ ഉണ്ടായിരുന്നു. അവരിലൂടെ പഠിക്കാം, അത് പകർത്തി എഴുതാം, എല്ലാം ചെയ്തു. അവസാനം ചെയ്തു അതിന് അധിനിവേശം നടത്തിയപ്പോൾ എന്ത് ചെയ്തു? അവരാദ്യം ചെയ്യുന്നതാണ് ഇതിന്റെ ബൗദ്ധിക ശക്തികൾ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നതാണ്. അതാണ് ചെയ്തത്. അവിടെ എന്ത് ചെയ്തു? നദിയുടെ അപ്പുറത്ത് കിടക്കണമെങ്കിൽ കടക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് നദിയിലിട്ടിട്ട് അതിലൂടെയാണ് പോയത്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം കത്തിച്ചു കളഞ്ഞു. അപ്പോ യൂറോപ്പ് സ്പീക്സ് അറബിക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കനപ്പെട്ട പുസ്തകം. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. യൂറോപ്പ് സ്പീക്സ് അറബിക്. അത് നിങ്ങൾ വരുത്തിയിട്ട് വായിച്ചു നോക്കണം. ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതായത് യൂറോപ്യൻ ഭാഷകൾ, ഒരു ഭാഷയല്ല, യൂറോപ്യൻ ഭാഷകളിൽ ഉള്ള അറബിയിൽ നിന്നും ബോറോ ചെയ്ത പദങ്ങൾ. അപ്പൊ അവർക്ക് ഷറാബുണ്ട്, മീൻ ഹമീം, തിളച്ച ചുട്ടുപൊള്ളുന്ന വെള്ളത്തിൽ നിന്ന്. അജാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. ബിമാക്കാനു യക്ഫുറൂൻ, എന്താ? അവർക്ക് കതറായി കിട്ടിയതല്ല. എന്തുകൊണ്ട്? അവർ സത്യത്തോട് നിഷേധഭാവം കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെച്ചിരുന്നു. അപ്പൊ ഇതില് വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ? വാക്യഘടനയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇവിടെ മഫ്ഊൽ ബിഹി ഉള്ള വാക്ക് പോലും വന്നിട്ടില്ല. ഫിഅലിന്റെ ഫാഇൽ മാത്രമേ വന്നിരിക്കുന്നത്. അല്ലദീന ഇത്തഖദൂ ദീനഹും എന്ന് പറഞ്ഞു, അവിടെ മഫ്ഊൽ ബിഹി. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഗണ്യം വന്നിട്ടുണ്ട്. ഇത്തഖദ വന്നപ്പോഴത്തേക്ക് രണ്ട് മഫ്ഊൽ ബിഹി വന്നിട്ടുണ്ട്. അല്ലദീന ഇത്തഖദൂ ദീനഹും, ദീനിനെ അവർ ആക്കി അല്ലെങ്കിൽ സ്വീകരിച്ചു. എന്തായിട്ട് സ്വീകരിച്ചു? ലഅബായിട്ട് സ്വീകരിച്ചു. ഇപ്പൊ ജഅലയ്ക്ക് രണ്ട് മഫ്ഊൽ ബിഹി വരുന്ന പോലെയാണ് ഇത്തഖദയ്ക്ക് രണ്ട് മഫ്ഊൽ ബിഹി വന്നത്. ഇത്തഖദു അവര് സ്വീകരിച്ചു അല്ലെങ്കിൽ ആക്കി. എന്തിനെ ആക്കി? ദീനിനെ ആക്കി. എന്താക്കി? ലഅബാക്കി. വാ വരുമ്പോ സ്വാഭാവികമായിട്ടും അതിനോട് ബന്ധപ്പെടുത്തുക. ഖുൽ അനദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ, ചോദിക്കൂ, അനദ്ഉ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണോ? മിൻ ദൂനില്ലാഹി, അല്ലാഹെ കൂടാതെ
മാല യൻഫഉന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രയോജനം ഇല്ലാത്തതിന്. ഇപ്പൊ യൻഫഉനായിൽ എന്തൊക്കെയുണ്ട്? യൻഫഉനായിൽ ഫഅല് ഫാഇല് മഫ്ഊലുണ്ട്. ഫഅലും ഫാഇലും മഫ്ഊലുണ്ട്. യൻഫഉനായിലുള്ള ഹുവയാണ് ഫാഇല്. അതെന്ത് ചെയ്യും? തൊട്ട് മുമ്പ് പോയ മായിലേക്കാണ് മടങ്ങുക. അന്നദുഉ മിൻ ദൂനില്ലാഹി മാ, ഒന്നിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമോ? ആ മാ എന്താണ്? ലാ യൻഫഉന, അത് ഞങ്ങൾ പ്രയോജനം ചെയ്യുക. ലാ യൻഫഉ പ്രയോജനം ചെയ്യുക. ഞങ്ങൾക്ക്. അപ്പൊ നഫഅ യൻഫഉ എന്നൊക്കെ പറയുന്നത് അത് മഫ്ഊലുൻ ബിഹി ഉള്ള രീതിയിലും വരും, ഇല്ലാത്ത രീതിയിലും വരും. ജഅല പറഞ്ഞതുപോലെയാണ്. ജഅല പോലെയല്ല. വേറെ ചില വാക്കുകൾ അങ്ങനെ വരും. ഇത്തഖദ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇത്തഖദ വന്നതുപോലെ. അപ്പൊ യൻഫഉ പ്രയോജനം ചെയ്യും. എന്ത് പ്രയോജനം ചെയ്യും? അത് പ്രയോജനം ചെയ്യും. യൻഫഉ എന്നതിന്റെ ഫാഇല് മായാണ്. ആർക്ക് പ്രയോജനം ചെയ്യും? ഞങ്ങൾക്ക് പ്രയോജനം. മാ ലാ യൻഫഉ, ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത ഒന്നിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം. വലാ യദുറുന, ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകില്ല. അതാണ് നമ്മൾ പറയുന്നത് ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ലാ യൻഫഉന വലാ യദുറുന. വലാ യദുറുലും യദുറുനായാലും എന്തുണ്ട്? ഫഅലും ഫാഇലും മഫ്ഊലും ഉണ്ട്. വനുറദ്ദു, ഞങ്ങൾ മടക്കപ്പെടും. അപ്പൊ എന്താണ്? ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ മടക്കപ്പെടും. അലാ അഅഖാബിന, ഞങ്ങളുടെ അഅഖാബ്. അഅഖാബിന് എന്താ മീനിങ് അറിഞ്ഞത്? മടമ്പിൻകാൽ. ഇവിടെ മടമ്പിൻകാലല്ല ഉദ്ദേശിക്കുന്നത്. മടമ്പിൻകാൽ ഞങ്ങളുടെ പിൻഭാഗത്തേക്ക്, പിന്നിലേക്ക്, ഞങ്ങളെ പിന്നിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൂറാസിക് പീരീഡിലേക്ക്, ശിലായുഗത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റ് അജ്ഞാന യുഗത്തിലേക്ക്, ജാഹിലിയ്യത്തിലേക്ക് ഞങ്ങൾ മടക്കപ്പെടണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയോ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്തത്, ഞങ്ങൾക്ക് പ്രയോജനമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പിന്നിലേക്ക് മടക്കപ്പെടുകയും ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഏതിനു ശേഷം? ബഅദ ഇദ് ഹദാന. അപ്പൊ ഹദായിൽ എന്തൊക്കെയുണ്ട്? ഹദാൻ അല്ലാഹു ആണ്. ഹദാൻ അല്ലാഹു. അപ്പൊ നമ്മൾ ഹദാനയില് ഫഅലും പിന്നെന്താ എടുക്കണം? മഫ്ഊലുമാണ് എടുക്കേണ്ടത്. ഫാഇൽ ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. റഫ്ഉള്ള അഥവാ ലമ്മത്തുള്ള ഇസ്നോടെ ഉണ്ട്. അപ്പൊ അത് എന്താണ്? കർത്താവാണ്. ഹദാന അല്ലാഹു, അള്ളാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി. അപ്പൊ ഹദായും നായും, ഹദൈന അല്ല. ഹദൈനായും ഹദാനായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹദൈനായിലെ നാ എന്താണ്? നെഹ്നു എന്നുള്ള ഫാഇലാണ്. ഹദാ ഹദൗ ഹദൈത ഹദൈതും ഹദൈതു ഹദൈന. ഹദൈന നാം വഴി കാണിച്ചു. ഹദാന എന്ന് പറഞ്ഞപ്പോ ഹദാ ന അള്ളാഹു. അള്ളാഹ് എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിൽ ഹദാന എന്ന് പറഞ്ഞാൽ ഹുവ അതിന്റെ കർത്താവാണ്, കർമ്മമാണ് അഥവാ ഒബ്ജക്റ്റാണ്. ഇത് ഹദാൻ അള്ളാഹു, അള്ളാഹ് ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നിലേക്ക് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അടക്കപ്പെടണമെന്ന്. കല്ലദി ഇസ്തഹവതഹു ശയാത്തീനു ഫിൽ അർദി ഹൈറാന. അത് ഭയങ്കര ഉപമയാണ്. ഇസ്തഹവതഹു ശൈത്താൻ ശയാത്തീനു, പിശാചുക്കൾ എന്ത് ചെയ്തു? പരിഭ്രമത്തിലാക്കി, വഴിപിഴച്ച്. ഹൈറാനയാണ് വഴിയറിയാതെ പരിഭ്രമമാകുന്നത്. ഹൈറാൻ. ഇസ്തഹവത്ത് എന്ന് പറഞ്ഞാൽ പിശാച് വശീകരിച്ച് വഴിപിഴപ്പിച്ചു. ഇസ്തഹവ. ഹവ ഉണ്ടല്ലോ, ഹവ.
ദേഹേച്ഛ. ആ ദേഹേച്ഛയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ എന്ത് ചെയ്തു? അങ്ങനെ പിന്നെ വശീകരിച്ചു. അതാണ് വഴി പിഴപ്പിച്ചു എന്ന് പറയുന്നത്. വശീകരിച്ച് അവനെ സ്വാർത്ഥ താല്പര്യത്തിലേക്ക്, ഇരിഞ്ഞ ചിന്താഗതിയിലേക്ക് എന്ത് ചെയ്തു? സ്വാർത്ഥ താല്പര്യത്തിലേക്ക് അവനെ ജടില വികാരങ്ങളിലേക്ക് അവനെ കൊണ്ടുപോയി അവനെന്ത് ചെയ്തു? അകപ്പതിപ്പിച്ചു. അങ്ങനെ പിശാച് വശീകരിച്ച് വഴി പിഴപ്പിച്ചവനെ പോലെ അവനെന്താണ്? ഫിൽ അർളി ഹൈറാന, ഭൂമിയിൽ എന്താണ് അവൻ? ഹൈറാൻ, വഴി അറിയാതെ ഉഴലുന്നവനുമാണ്. മരുഭൂമിയിൽ എങ്ങോട്ട് ദിക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല, പടിഞ്ഞാറ് എങ്ങോട്ടാണ് കിഴക്ക് എങ്ങോട്ടാണെന്ന് അറിയാത്ത അവസ്ഥയിൽ അകപ്പെട്ടവൻ. എന്നറിഞ്ഞിട്ട് വേണ്ടേ പിന്നെ വഴി അറിയാൻ? വഴി എവിടെയാണ്? എവിടെ എങ്ങോട്ട് പോയാലാണ് വഴി കിട്ടുക? മരുഭൂമി മുഴുവൻ പരന്ന് വിശാലമായി കിടക്കുകയാണ്. നടന്നതിന്റെ അടയാളങ്ങളൊന്നും അവിടെ കാണില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കിടക്കുന്നവനെ പോലെ പിശാചി വഴിതെറ്റിച്ചു. അതോടൊപ്പം തന്നെ വഴിയറിയാതെ ഉഴലുന്നവനാവുകയും ചെയ്തു. കല്ലത് ഇസ്തഹവത്തുഹു അശ്ശയാത്തീനു. ഷയാത്തീന് ബഹുവചനമായപ്പോ എന്ത് ചെയ്തു? ഇസ്തഹവത്ത് എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു. ഇസ്തഹവത്ത് ഹു, അവന് വഴിതെറ്റിച്ചു, വഴി പിഴപ്പിച്ചു. അഷയാത്തീനു, ഷയാത്തീനാണ് അതിന്റെ കർത്താവ്. അപ്പൊ എന്തായി? സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് ഇസ്തഹവത്ത് എന്ന് ഉപയോഗിച്ചു. പിന്നെ ഹൈറാന്, അവനെന്താണ്? ഏതവസ്ഥയിലാണ്? ഹൈറാനായ അവസ്ഥയിലാണ്, വഴിയറിയാതെ ഉഴലുന്നവനാണ്. ലഹു അസ്ഹാബുൻ, അവന് കുറെ കൂട്ടുകാരുണ്ട്. ലഹു അസ്ഹാബുൻ, അവന് കുറെ കൂട്ടുകാരുണ്ട്. യദ്ഊനഹു, അവനെ അവര് വിളിക്കുന്നു. അപ്പൊ ഫഅലും ഫാഇലും മഫ്ഊലും ഉണ്ട് അവിടെ. യദ്ഊനഹും അസ്ഹാബിലേക്ക് മടങ്ങുന്നതാണ്, അസ്ഹാബിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഫെയിലുണ്ട്, യദ്ഊന എന്ന ഫെയിലുണ്ട്, വന്ന മഫ്ഊലും ബിഹി. യദ്ഊനഹു, അവനെ അവര് വിളിക്കുന്നു. ഇലൽ ഹുദാ, ഹുദയിലേക്ക്. എന്ത് വിളിക്കുന്നു? എത്തിന, ഞങ്ങളുടെ അടുക്കിലേക്ക് വരൂ. എത്തി, നീ വരൂ. ഞങ്ങളുടെ അടുക്കിലേക്ക്. ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഹൈറാനായി പോകും. ആയത്തിന്റെ ഓരോ ഖുർആനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്, പ്രബോധന ഗ്രന്ഥമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്, സത്യഗ്രന്ഥമാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ആ ചിന്ത വെച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോ നമുക്ക് കിട്ടും. കല്ലദി ഇസ്തഹവത്തുഹു ശയാത്തീനു, പിശാചി വഴി കേൾപ്പിച്ചവനെ പോലെ. ഫിൽ അർളി, ഭൂമിയിൽ ഹൈറാന, വഴിയറിയാതെ ഉഴലുന്നവനായ നിലയിൽ വഴിതെറ്റിച്ചവനെ പോലെ. ആ വ്യക്തിക്കുണ്ട് ലഹു, ആ വ്യക്തിക്കുണ്ട് അസ്ഹാബുൻ, കുറെ കൂട്ടുകാർ. യദ്ഊനഹു, അവനെ വിളിക്കുന്നു. ഇലൽ ഹുദാ, സത്യത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് വിളിക്കുന്ന സുഹൃത്തുക്കൾ അവനുണ്ട്. ഞങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്ന്. അങ്ങനെ സത്യത്തിലേക്ക് വിളിക്കുന്ന സുഹൃത്തുക്കൾ അവനുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? അവൻ പിശാച് അവനെ വഴിതെറ്റിച്ച് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. അപ്പൊ സത്യത്തിന്റെ വക്താക്കളുടെ അടുക്കിലേക്ക് വരാൻ അവന് കഴിയില്ല. കാരണം എന്താണ്? അവൻ സ്വാർത്ഥ താല്പര്യത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ നിശ്ചീലങ്ങളിൽ ജല വികാരങ്ങൾക്ക് അടിപ്പെട്ട്, അഥവാ വികാരങ്ങൾക്ക് അടിപ്പെട്ട് അവൻ അവിടെ കിടക്കുകയാണ്. പിന്നെ അവൻ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. കാരണം എന്താണ്? അവനെ കൂട്ടിയവരാരും, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അവരെ കൂട്ടിയവരാരും അവൻ എന്ത് ചെയ്യില്ല, അവരെ പരിഗണിക്കുകയോ അവനെ കൊണ്ടുപോവുകയോ അവൻ എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കുകയോ എന്തെങ്കിലും രീതിയിൽ അവനെ രക്ഷിക്കുകയോ അവന്റെ ചെലവിന് കൊടുക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ അവനുമായിട്ട് കൊണ്ടുപോയി അവൻ എല്ലാവിധ ദുശ്ശീലങ്ങളിലും അവരുണ്ടാവും. അതേസമയം ഇവനെ ഒരു നിലയ്ക്കും അവര് കരകയറ്റുകയില്ല. അവന്റെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുകയില്ല. പക്ഷെ സത്യവിശ്വാസികളോട്, സൽക്കർമ്മികളോട്, നല്ല ആൾക്കാരുടെ കൂടെ അവന് കൂടുകയില്ല. അവരെ വിളിക്കുന്ന ആൾക്കാരവനുണ്ട്, പക്ഷെ അവനവിടെ കിടന്ന് വഴിയറിയാതെ വിടുകയാണ്. അപ്പോൾ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, പറഞ്ഞു കൊടുക്കുക, അള്ളാന്റെ ഹുദയാണ് ശരിയായ ഹുദ. നമ്മള് അൽ ബഖറ പഠിച്ചില്ലേ?
അൽ ബഖറയിൽ ആൽ ഇംറാനിലൊക്കെ വന്നിട്ടുണ്ട്. നിസ്സംശയം ഹുദല്ലാഹി, അള്ളാന്റെ ഹുദയാണ്, ഹുവ അത് തന്നെയാണ്, അൽ ഹുദ വഴി, ശരിയായ വഴി. ശരിയായ വഴി, വഴി എന്ന ഒരു വഴിയുണ്ടെങ്കിൽ അത് അള്ളാന്റെ ഹുദയാണ്, അള്ളാന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. വേറെ ഒരു ദർശനത്തിലേക്ക് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ദർശനമില്ലാത്ത എന്താണ് കുറെ കൂട്ടങ്ങളുണ്ട്, ആ കൂട്ടങ്ങളിലേക്ക് പോയിട്ടും കാര്യമില്ല. നമ്മളിപ്പം നമ്മളെ പരിസരത്ത് ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരുപാട് കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കുക, അവരുടെ ഫിലോസഫി എന്താണെന്ന് നോക്കുക, അവരുടെ തത്വം എന്താണെന്ന് നോക്കുക, അവരുടെ നിയമസംഹിത എന്താണെന്ന് നോക്കുക. കുറെ അവരിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കുറെ വാക്യങ്ങൾ അവരുടെ ഭരണഘടന എഴുതി വെച്ചു. ആ വാക്യങ്ങളുടെ അപ്പുറം അവരെന്ത് ഫിലോസഫി, എന്ത് തത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കും, എന്താണ് തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതേപോലെ തന്നെ കുറെ വിഭാഗം എന്താണ് അവർ കുറെ മനുഷ്യനിർമ്മിതമായ കുറെ തത്വശാസ്ത്രങ്ങളൊക്കെ ഫിലോസഫിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോഷ്യലിസം, അതേപോലെ എന്താണ് സന്തുലിതത്വം, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും മനുഷ്യന് യോജിക്കാൻ പറ്റാത്ത സംഭവമാണ്. അങ്ങനെ കുറെ സംഗതികൾ എഴുതി വെക്കുകയും എന്നിട്ട് അവസാനം അതിന്റെ അടുത്തോട്ട് യാതൊരു പോലെ ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പിന്നീട് അവരുടെ പെരുമാറ്റം. അങ്ങനെയുള്ള കുറെ ആൾക്കാരുമുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഹുദ മാർഗദർശനം, ഗൈഡൻസ്. ഏതാണ് ഗൈഡൻസ്? ഏതിലാ പോകേണ്ടത്, ഏതിലാ പ്രവർത്തിക്കേണ്ടത്, ഏതിലെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്, ഏതിനോടാണ് നമ്മൾ കൂറ് കാണിക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആവും. ഏത് ഇസ്തഹവത്ത് ഷൈത്താൻ ഹൈറാന. അവസാനം ഇലൽ ഹുദ ഇത്തിന യദ്ഊനഹു ഇലൽ ഹുദ ഇത്തിന. അപ്പൊ നമുക്ക് കിട്ടും, കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഏത് ഇസ്ലാമിന്റെ ദീനിന്റെ, ഇസ്ലാമിന്റെ നിയമസംഹിതയിലേക്ക്, ഇസ്ലാമിന്റെ തത്വങ്ങളിലേക്ക്, നന്മയിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക്. ആ ഫിലോസഫിയില അതേ ഉള്ളു രക്ഷ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് ഹുദല്ലാഹി ഹുവൽ ഹുദ നമുക്ക് പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഉമിർന ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. ഉമിർന, അപ്പൊ അതിലെന്തൊക്കെയുണ്ട്? ഉമിർനയില് ഉമിർനയിൽ എന്തൊക്കെയുണ്ട്? ഫിഅലുണ്ട്, ഫായിലുണ്ട്, ഫായിലുണ്ട്, ഫായിലില്ല, മഫ്ഊലുണ്ട്, മഫ്ഊലുണ്ട്. പോലും ബിയുണ്ട്. എവിടെയുണ്ട് മഫ്ഊലും ബി? ഉമിർന്നല്ലേ? ഉമിർനയുടെ ഒന്നാമത്തെ വചനം എന്താണ്? ഒന്നാമത്തെ രൂപം അമർ, അമര. പിന്നെ എന്തായി? ഉമിറയായി. ഉമിറയുടെ പട്ടിക പറഞ്ഞു നോക്കി. മജ്ഹൂലായി ഉമിർ. മജൂലായിട്ട് പട്ടിക പറഞ്ഞു നോക്കിയേ. ഉമിറ, ഉമിറു, ഉമിർത്തു, ഉമിർന. അപ്പൊ ഉമിർനാവുന്നത്. അപ്പൊ അതിന്റെ ഞാൻ അതിൽ കൂടെ ഉള്ളതാണ്, ഞാൻ അതിൽ കൂടെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അമറ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക? ഫിഅലും ഫായിലും ഉണ്ട് അല്ലേ? അമറ. ഉമിറ എന്ന് പറഞ്ഞാലോ അതിൽ ഫിഅലും നാഇബുൽ ഫായിലുമാണ് ഉണ്ടാവുക. നാഇബുൽ ഫായിൽ എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗമാകുമ്പോൾ എന്താകും? ഫിഅലും ഫായിലും ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഫിഅലും നാഇബുൽ ഫായിലും എന്നാണ് പറയുക. ആരോ ഇത് ഒരാൾ പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എന്തായി? അത് മഫ്ഊലും ബിഹി ആകാനുള്ള കാരണം എന്താ? നമ്മൾ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ എന്താണ്? ഞങ്ങളോട് ആരോ കൽപ്പിച്ചു എന്നാണ്. അപ്പൊ ഞങ്ങൾ എന്തായി? മഫ്ഊലും ബിഹി ആയി. സംഭവം അങ്ങനെയാണ്. പക്ഷെ എന്താണ്? അതിന് നാഇബുൽ ഫായിൽ എന്നാണ് പറയുക. ഉമിർന എന്ന് പറയുമ്പോൾ ഫിഅലും നാഇബുൽ ഫായിലും. ഫായിൽ ഇല്ല, കർത്താവ് അറിയപ്പെടാത്തതാണ്. മൻ അമറ എന്ന് ചോദിച്ചാൽ ഇല്ല, അറിയില്ല. മൻ അമറ അറിയില്ല. അതുകൊണ്ടാണ് ഉമിറ എന്ന് പറഞ്ഞത്. അപ്പൊ ഉമിറ വരുമ്പോൾ ഫിഅലും ഫായിലും എന്ന് പറയുന്നതിന് പകരം ഫിഅലും മഫ്ഊലും ഫിഅലും നാഇബുൽ ഫായിലാണ് ഉള്ളത്. ഉമിർന ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, ലിനുസ്ലിമ ചെയ്യാൻ. അസ്ലമയുടെ അർത്ഥം എന്താ?
കീഴടങ്ങി സമർപ്പിച്ചു. കീഴടങ്ങാനും സമർപ്പിക്കാനുമാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്ക്? റബ്ബിൽ ആലമീൻ, ഹു ഈസ് ദ ക്രിയേറ്റർ ആൻഡ് ചെരിഷർ. ആരാണ്? പിന്നെ സൃഷ്ടിക്കുകയും അതിനെ സംവിധാനിക്കുകയും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അത് സംഭവം സംസ്കൃത പ്രയോഗങ്ങളും ഒക്കെ ആണെങ്കിലും അതിന്റെ ആശയത്തിൽ ശരിയാണ്. സൃഷ്ടിസ്ഥിതി, സൃഷ്ടിക്കുകയും അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും നോക്കി നടത്തുകയും അതിനെ ആരാണോ അവസാനിപ്പിക്കുന്നത് അവനാണ് സംഹാരം. അതെല്ലാമാണ് റബ്ബ്. അതായത് എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നുണ്ട്. ചില നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ചില അവർ താൽക്കാലികമായ എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നല്ലാതെ നോക്കിയാൽ ഇപ്പോഴെന്താണ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോ എല്ലാ കൺട്രോളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും എന്താണ് ഇപ്പോ കാല് കഴുകാനും കൈ കഴുകാനും ഒക്കെ കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പൊ എന്താണ് അവരും എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതിക്കുന്നുണ്ട് സംഭവം ഒരു സൃഷ്ടാവുണ്ട്, ഒരു സംരക്ഷകനുണ്ട്. ഇപ്പൊ സൃഷ്ടാവിനെയും സംരക്ഷകനെയും അംഗീകരിക്കുക എന്നതാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിപാലിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വായുവും വെള്ളവും വെളിച്ചവും സൂര്യനും ചന്ദ്രനും അത് മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ശരിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അതൊക്കെ വ്യവസ്ഥാപിതമായിട്ട് ഒരു വ്യവസ്ഥയുടെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. വ്യവസ്ഥാപിതമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സുവ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഈ പേടകത്തിൽ എന്താ ഭൗമോപരിത എന്താ പറയാ ശൂന്യാകാശത്തിലുള്ള പിന്നെ പരീക്ഷണശാലയിൽ ഇത്ര സമയം കൊണ്ട് എത്തും, ആ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടിരിക്കുന്നു, ഇത്ര സമയത്ത് ഭൂമിയിൽ അല്ലെങ്കിൽ മഹാസമുദ്രത്തിൽ ലാൻഡ് ചെയ്യും എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനിടയിലുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, അതിന്റെ വായുവും അന്തരീക്ഷവും അതിന്റെ മർദ്ദവും അതിന്റെ ഗുരുത്വാകർഷണവും ഇതെല്ലാം എന്താണ് കൃത്യമായിട്ടാണ് വ്യവസ്ഥാപിതമായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് ആ കർഷണവും ഗുരുത്വാകർഷവും എല്ലാം ശരിയായ രീതിയിൽ അതിന് നിലനിൽക്കുന്ന രീതിയിൽ നിന്നാൽ മാത്രമല്ല ഈ സെക്കൻഡുകൾ കൊണ്ട് അവിടെ എത്തുമെന്നും അത്രയും മണിക്കൂർ കൊണ്ട് തിരിച്ച് അവിടെ നിന്ന് ഇവിടെ എത്തുമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിലോ ഘർഷണത്തിലോ അല്ലെങ്കിൽ സംവിധാനത്തിലോ എന്തെങ്കിലും വ്യതിയാനം വന്നാൽ ആ പറയുന്ന സമയത്ത് അവിടെ എത്തില്ല. ഈ സമയത്ത് അവിടെ എത്തിയെങ്കിൽ മാത്രമേ ആ സജ്ജീകരിക്കുന്ന സാധനത്തിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയ സംഗതികളൊക്കെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അതെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അത് കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. അത്രയും നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കണം. അപ്പോഴേ റുബൂബിയ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും. ആ റബ്ബ് ആരാണോ ആലമീന്റെ ലോകങ്ങളുടെ ഒരുപാട് ലോകങ്ങളുണ്ട്, ആ ലോകങ്ങളുടെ റബ്ബ് ആരാണോ അവന് വഴിപ്പെടുക അല്ലെങ്കിൽ കീഴ്പ്പെടുക സമർപ്പിക്കുക എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവന് നമസ്കാരം നടത്തണം. അവനെ ഓർമ്മിക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം. ഫസല്ലി ലി റബ്ബിക്കാന്ന് പറയുന്നത് നിന്റെ റബ്ബിന് എന്ത് ചെയ്യണം? സലാത്ത് അർപ്പിക്കണം. റബ്ബായവൻ ആരാണോ അവന് നിങ്ങൾ സലാത്ത് അർപ്പിക്കാം. ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നവൻ ആരാണോ അശംസ് തജ്രീലി മുസ്തഖറിൻ ലഹ എന്ന് പറയും. തഖ്ദീറുൽ അസീസുൽ അലീം. അത് അതിന്റെ എന്താ പറയാ ആസ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽഖമറ ഖദ്ദർനാഹു മനാസില. അതിനെന്തുകൊണ്ട്? അതിന് ഭ്രമണപഥങ്ങൾ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. കുല്ലുൻ ഫി ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു. ലക്ഷംസു എംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമറ. അതെന്ത് ചെയ്യുന്നില്ല? ഖമർ ചന്ദ്രൻ സൂര്യനെയോ സൂര്യൻ ചന്ദ്രനെയോ എന്ത് ചെയ്യുന്നില്ല? അതിര് കടക്കുന്നില്ല. അതിര് കടക്കാൻ അതിന് കഴിയുകയില്ല. അതെല്ലാം എന്ത് ചെയ്യുന്നു? ഓരോന്നിൻ്റെതായ ആ രീതിയിൽ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവന് എന്ത് ചെയ്യണം? അവനാണ് സലാത്ത് അർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫസല്ലി ലി റബ്ബിക്ക എന്ന് പറഞ്ഞത്. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്.
ഉമിർനാലി മുസ്ലിമ റബ്ബിൽ ആലമീൻ വ അൻ അഖീമുസ് സ്വലാത്ത. നിങ്ങൾ നമസ്കാരം നടത്തുക. വത്തഖൂഹു, ആ റബ്ബായവൻ ആരാണോ അവനെ സൂക്ഷിച്ചിരിക്കുക. വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, തീർന്നില്ല, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോ ഇതിനെ മുഴുവൻ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിന്റെ അടുക്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിനും പിന്നീട് സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് അവന് സാധ്യമാണ്. ഇതിനെല്ലാം കൃത്യമായി സംവിധാനിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ മരണശേഷം അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിനും അവന് സാധിക്കും. വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള, അവനാണ്, ആ റബ്ബാണ് എന്ത്? സമാവാത്ത്, ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താന്ന് നമുക്ക് ബോധ്യപ്പെടില്ല. അതിന് പല രീതിയിലും പല വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏത് തരം വ്യാഖ്യാനങ്ങളിലേക്ക് പോയാലും ഇതൊക്കെ മനുഷ്യൻ ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകും. കാരണം ഭൂമിയുടെ മുകളിലുള്ള അവസ്ഥയല്ല അതിന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ അതിന് ഓരോ തലത്തിലേക്ക് പോകും തോറും അതിന്റെ ഘടന വ്യത്യാസം വരുന്നു. ആ ഘടന എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? പെർഫെക്റ്റ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫർജ അൽ ബസറ ഹൽ തറാമിൻ ഫുതൂർ, നീ കണ്ണോടിച്ച് നോക്കൂ. ഇർജ അൽ ബസറ, കണ്ണിനെ മടക്കൂ. ഹൽ തറാമിൻ ഫുതൂർ, എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടോ? എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഖലിതമുണ്ടോ? സുമ്മർജ അൽ ബസറ കർറതൈനി, വീണ്ടും മടക്കൂ. യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ, നിന്റെ കണ്ണ്, നിന്റെ ദൃഷ്ടി നിന്ദിതനായി മടങ്ങി വരും, അല്ലേ? എളിഭ്യനായി മടങ്ങി വരും. ഒരു ഡിഫക്റ്റും കാണാൻ പറ്റുകയില്ല. അപ്പൊ ആ ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഓരോ സംവിധാനം ഘട്ടമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നിൽക്കുന്നത് ആകാശത്തിലാണ്, ഭൂമി ആകാശത്തിലാണുള്ളത്. ഈ ആകാശമല്ല ചൊവ്വയിലുള്ള ആകാശം, ഭൂമിയെ പോലൊരു ഗ്രഹമാണ്. ചൊവ്വ നിൽക്കുന്ന വേറൊരു ആകാശത്താണ്. സൂര്യൻ നിൽക്കുന്നത് വേറൊരു ആകാശത്താണ്. സൂര്യന്റെ പരിസരം എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ആകാശമാണ്. അങ്ങനെയും വേണമെങ്കിൽ നോക്കാം. പിന്നെ പല ഘട്ടങ്ങളായിട്ടും പല രീതിയിലും, ഏത് രീതിയിലുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് അതിന് വ്യാഖ്യാനം നൽകാം. സമാവാത്ത്, ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്. നിങ്ങൾ നിൽക്കുന്ന ഭൂമിയെ പോലും നമ്മളെ റിപ്പോർട്ടർമാർ വായിക്കുമ്പോൾ പറയുമല്ലോ, ഇതടക്കം മന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും വന്നു. മുഖ്യമന്ത്രിയും മന്ത്രിയാണല്ലോ. അറിവ് നിൽക്കുന്ന എവിടെയാണ്? സമാവാത്തിലാണ്. അപ്പൊ സമാവാത്ത് ശ്രദ്ധിച്ചവൻ അവനാണെന്ന് പറഞ്ഞാൽ മതി. അറിവ് സമാവാത്തിന്റെ ഭാഗമാണ്. പക്ഷെ മുഴുവൻ പറഞ്ഞതിന് ശേഷം, പുല്ല് പറഞ്ഞതിന് ശേഷം പിന്നെ ബാള് പറയും. പുല്ല് പറഞ്ഞതിന് ശേഷം ബാള് പറയും. നിങ്ങളെ ഇബാദത്ത് അള്ളാഹ്ക്ക് അർപ്പിക്കുക എന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്ത് പറയും? നമസ്കാരവും സക്കാത്തും കൊടുക്കണം. അപ്പൊ നമസ്കാരവും സക്കാത്തും ഒക്കെ ഇബാദത്തല്ലേ? അതുപോലെയാണ് സമാവാത്തും അർളും സൃഷ്ടിച്ചവൻ അവനാണ്. അവൻ എങ്ങനെ സൃഷ്ടിച്ചവന്? ഹക്ക്, യഥാർത്ഥത്തിൽ അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഹക്കിന് ഏത് രീതിയിലും എന്ത് ചെയ്യാം? വ്യാഖ്യാനിക്കാം. ഹലക്ക സമാവാത്തി വളർന്ന ബിൽ ഹക്ക്, സത്യമായിട്ടും അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? ഇതെന്തല്ല, ബാത്തിലല്ല എന്ന് പറഞ്ഞാൽ മാ ഖലഖ്ന സമാവാത്തി വളർന്ന ബാത്തിലാന്ന് എവിടെ പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും വ്യർത്ഥമായിട്ടല്ല, വ്യർത്ഥമായിട്ട് അനാവശ്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. മറിച്ച് എന്താണ്? ഇത് ഹക്കായിട്ട് യാഥാർത്ഥ്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്, ആവശ്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതേപോലെ ഇതെന്താണ്? സത്യമാണ്, മിഥ്യയല്ല, മായയല്ല. ഇത് മായല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഏത് രീതി പറഞ്ഞാലും ഹക്ക് അവനാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ റബ്ബാണ് ഒരുമിച്ച് കൂട്ടുന്നത്. ആ റബ്ബിന്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കേണ്ടത്. ആ റബ്ബിനാണ് കീഴ്വണങ്ങേണ്ടത്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അവന്റെ മുന്നിലാണ് സ്വലാത്ത് അർപ്പിക്കേണ്ടത്. അവന്റെ ഹിദായത്തിലേക്കാണ്, അവന്റെ ഹുദയാണ് ശരിയായ ഹുദ എന്ന് പറയുന്നതിന് ഉള്ള ന്യായീകരണങ്ങളാണ് ബാക്കി പറയുന്നത്.
അങ്ങനെ ഒരു ദിവസം കൂടിയുണ്ട്. യൗമയഖൂലു കുൻ ഫയകൂൻ. ആകൂ എന്ന് പറയുമ്പോൾ ആകുന്ന ദിവസം. ആകൂ എന്ന് പറയുമ്പോൾ ആകുന്ന ദിവസം. അപ്പൊ അതിനും റബ്ബ് അതിനും കഴിവുള്ളവനാണ്. അതേപോലെ അങ്ങനെ ഒരു ദിവസം ഉണ്ട്. ഖൗലുഹുൽ ഹഖ്, അവന്റെ വചനം യാഥാർത്ഥ്യമാണ്. അവന്റെ വചനം യാഥാർത്ഥ്യമാണ്. അവന്റെ വചനത്തിൽ എന്തില്ല? ലാ ശക്ക ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. വലഹുൽ മുൽക്ക്, അങ്ങനെയാണെങ്കിൽ അവനാണ് രാജാധിപത്യം. മുൽക്ക്, അവനാണ് ആധിപത്യമുള്ളത്. ടോട്ടൽ സോവറേനിറ്റി. നമ്മൾ സോവറേനിറ്റി എന്ന് പറയുമല്ലോ. സോവറേനിറ്റി യഥാർത്ഥത്തിൽ എവിടെയുള്ളത്? സോവറേനിറ്റി ഉള്ളത് റബ്ബിന്റെ അടുക്കലാണ്. അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അവനാണ് എല്ലാത്തിനെയും സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്, അവനാണ് എല്ലാത്തിൻ്റെയും അവസാനിപ്പിക്കുന്നവനും. എല്ലാത്തിൻ്റെയും കൺട്രോൾ ആരുടെയാണ്? അവൻ. നിങ്ങൾക്ക് കയ്യെത്താത്ത, നിങ്ങൾക്ക് കണ്ണെത്താത്ത, നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലാത്ത ഒരുപാട് ലോകത്തിന്റെ കൺട്രോൾ അവന്റെ കയ്യിലാണ്. അവനാണ് സോവറേനിറ്റി ഉള്ളത്. മുൽക്ക്. യൗമ യുൻഫഖു ഫിസ്സൂർ. ലഹുൽ മുൽക്ക്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ആധിപത്യം അവനാണ് എന്ന് ഊതപ്പെടുന്ന ദിവസം. സൂറിൽ ഊതപ്പെടും, കാഹളത്തിൽ ഊതപ്പെടും എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നതായ ഒരു വലിയ ഒരു വിസിലുണ്ടാവും. യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്ന കാഹളത്തിൽ എന്നൊക്കെ ആൾക്കാർ പറയും. ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്ന പോലെ, പോസ്റ്റ് തൂണും നടുമധ്യ സെന്റർ എന്നൊക്കെ പറയും. അതിന്റെ ആവശ്യമില്ല. സൂറിൽ ഊതപ്പെടുന്ന ദിവസം, ആ വിസിൽ, കാഹളം, എല്ലാവരും കേൾക്കുന്നതായ കാഹളം. ആ കാഹളം മരിച്ച് മലടിഞ്ഞു പോയ എല്ലാവരും കേൾക്കും. ആ കാഹളം യൗമ യുൻഫഖു ഫിസ്സൂർ. ആ ഊതപ്പെടുന്ന ദിവസം കൺട്രോൾ, സോവറേനിറ്റി ആർക്കാണുള്ളത്? അവനാണുള്ളത്. എന്നാൽ പിന്നെ ഇവിടെയും സോവറേനിറ്റി അവനാണ് ഉണ്ടാകേണ്ടത് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഹുൽ മുൽക്ക് യൗമ യുൻഫഖു ഫിസ്സൂർ ആലിമുൽ ഗൈബ് വശഹാദ. അവനെന്താണ്? അപ്രത്യക്ഷമായതിനെയും കാണുന്നവനാണ്. നമുക്ക് ഇന്ന് അപ്രത്യക്ഷമായതിനെ കാണാൻ കഴിയില്ല. ചില ആൾക്കാർ പറയുന്നത് അവരവിടെ പോയിട്ടുണ്ട്. യഥാർത്ഥത്തില് ചൊവ്വയിൽ പോയെന്ന് പറഞ്ഞല്ലോ, പോയിട്ടുണ്ട്. യഥാർത്ഥത്തില് ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പോയോ? അവിടെ ഒരു ശൂന്യാകാശത്തിൽ ഒരു ലബോറട്ടറി, എന്താ പറയാ, പരീക്ഷണശാല ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം ഉണ്ടോ? അവർ പോയോ? അല്ല ഇവിടുന്ന് അവരങ്ങോട്ട് പോകുന്നു, തിരിച്ചു വന്നതായിട്ട് കാണിക്കുന്നതാണോ? ഇതെന്താണ്? അത് ഫിസിക്കലായിട്ടുള്ള വൈബാണ്. അതായത് നമുക്ക് കാണുന്നില്ല, വേറെ ചിലർ കണ്ടു. നമുക്ക് കാണുന്നില്ലെങ്കിലും വേറെ ചിലർ അത് കാണുന്നുണ്ട്. ആദ്യം നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ കാണുന്നില്ലെങ്കിലും കണ്ടതായി ചിലർ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ സംഭവം ഉണ്ട്. അത് നിങ്ങളുടെ ദൃഷ്ടിക്ക് ഇപ്പോഴുള്ള, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ ദൃഷ്ടിക്ക് സൂക്ഷ്മദർശിനിയോ അല്ലെങ്കിൽ ഉപകരണമോ അങ്ങനെയുള്ള ഉപകരണങ്ങളുടെയും അപ്പുറം ഉള്ള, ബിയോണ്ട് ഓൾ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ്, എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും അപ്പുറത്തുള്ളതിനെയാണ് ഈ ഗൈബ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമിക ടെർമിനോളജിയിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല, ഗാബൽ വലതു എന്ന് പറഞ്ഞാൽ കുട്ടി ഗൈബാണ്, പ്രസന്റ് അല്ല, ആബ്സെന്റ് ആണെന്ന് പറയും. ആ ഗൈബ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഖുർആൻ പറയുന്ന ഗൈബ് എന്താണ്? നിങ്ങൾക്ക് ഒരു നിലയ്ക്കും കാണാൻ പറ്റാത്ത, നിങ്ങളുടെ ഒരു സംവിധാനങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും അപ്പുറമുള്ളത്. അല്ല, അതിനെ കുറിച്ച് അറിയുന്നവനാണ് വശഹാദ, പ്രത്യക്ഷമായതിനെ കുറിച്ചും അറിയുന്നത്. സാന്നിധ്യമുള്ളതിനെയും അസാന്നിധ്യത്തിലുള്ളതിനെയും അറിയുന്നവനാണ് അവൻ. ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹകീം. അവനാണെന്ത്? യുക്തിമാൻ. അൽ ഖബീർ, ഖബറിന്റെ ഉള്ളിലുള്ള ഖബർ അറിയുന്നു. വാർത്തയ്ക്ക് പിന്നിലുള്ള വരികൾ അറിയും, വരികൾക്കിടയിലുള്ള വായന. സന്ധി സംഭാഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? സന്ധി എന്ന് പറഞ്ഞിട്ട്, അല്ല വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് അതിന് വെപ്പൺസ് സജ്ജീകരിക്കുന്നതിന് വേണ്ടിയാണോ? ആയുധം സജ്ജീകരണം നടത്തുന്നതിന് വേണ്ടിയാണോ? അതിനു വേണ്ടിയുള്ള ഇടവേളയ്ക്ക് വേണ്ടിയാണോ? മറ്റെന്ത് ഗൂഢാലോചനയാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് അറിയില്ല.
പക്ഷെ അങ്ങനെയുള്ള എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനാണ് അവൻ. ബഹുവൽ ഹക്കീമു ഖബീർ, യുക്തിമാനാണ്, ഖബീറാണ്. ഓക്കെ, എന്തെങ്കിലും വാക്യഘടന നിങ്ങൾക്ക് പിടുത്തം വരാത്തതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇന്നത്തെ സൗണ്ട് എന്തായിരുന്നു, എങ്ങനെയുണ്ട്? നേരത്തെയുള്ള ക്ലാസ്സിനേക്കാളും സൗണ്ട് കുറെ കൂടെ ക്ലിയർ ഉണ്ട്, പവർഫുൾ ആണ്. ക്ലാരിറ്റി നല്ല ഉണ്ട്. നമ്മൾ കുറെ സെറ്റപ്പ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 71-ാമത്തെ ആയത്തിൽ യദൂനു ഇലൽ ഹുദത്തിന അതിന്റെ വാക്യഘടന. നേരത്തെ പറഞ്ഞു ഖുർആൻ എന്താണ്? സംഭാഷണം. സംഭാഷണത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വാക്കും നേരത്തെ പറഞ്ഞല്ലോ. ആദ്യത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? പക്ഷേ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷെ ഉത്ബോധനം ചെയ്യേണ്ടതാണ് എന്നാണ്. അതേപോലെ ഇവിടെ അത്രയും നമുക്ക് അഡീഷണൽ ആയിട്ട് പറയേണ്ടി വരുന്നില്ല. 73 71 അവൻ യദഊനഹു, ആ അസ്ഹാബ് എന്ത് ചെയ്യുന്നു? അവനെ വിളിക്കുന്നു. ഈ പരിഭ്രമന്തരായ ആൾക്കാരെ വിളിക്കുന്നു. ഇലൽ ഹുദ, ഹുദയിലേക്ക് വിളിക്കുന്നു. അവൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്? പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അത്തായ എത്തി എന്തോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്തായ എത്തി വന്നു, അത്തായ എത്തി വന്നു. അതിന്റെ കൽപ്പന എന്താ? ഈത്തി നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ അതിന്റെ കൂടെ അതിന്റെ മുമ്പ് എന്തെങ്കിലും ചേർന്ന് വന്നാൽ എന്ത് വരും? എന്ന് വരും. അപ്പൊ ഹുദയുടെ കൂടെ ചേർന്ന് വരുമ്പോ എന്ത് വരും? അപ്പൊ ആരെങ്കിലും അവിടെ നിർത്തിയിട്ട് പിന്നെ ബാക്കി വായിച്ചാൽ എന്താവും? ഈത്തിനാന്നാ വരിക. സുഹൃത്ത് അഹ്കാഫാണ്. അഹ്കാഫിന്റെ തുടക്കം തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്തിൽ ഇതുപോലെ വാക്കുണ്ട്. ഈത്തൂനി ബി കിതാബിനെന്നാണ്. ഈത്തൂനി ബി കിതാബിനെന്നാണ് ആ അഹ്കാഫിന്റെ തുടക്കം തന്നെ ഉള്ളത്. അപ്പോ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിങ്ങൾ അഹ്കാഫ് എടുത്ത് നോക്കിയാൽ മദീന പ്രിന്റില് ഹംസിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹംസത്തുൽ വസ്ലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ ഹംസ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാണ് എഴുതിയിട്ടുള്ളത്, അല്ല യഅ്തൂനി എന്നാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ? യഅ്തൂനി എന്ന്. അപ്പൊ അവിടെ വഖഫുണ്ട്, ഒരു വഖഫ്, ജായിസ് ആയിട്ടുള്ള വഖഫുണ്ട്, അതായത് അനുവദനീയമായിട്ടുള്ള ഒരു വഖഫുണ്ട്. ആ വഖഫ് കഴിഞ്ഞിട്ട് ബാക്കി ഓതിയാല് ഈ തൂനി എന്നാണ് ഓതുക. ഈ തൂനി ബി കിതാബിൻ ഉള്ളവര് നോക്കുക. ക്ലിയറാണ്? ഇതിനായിരുന്നു സംശയം. سورة الأحقاف قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات. السماوات കഴിഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്? ആരെങ്കിലും എടുത്ത് താമസാക്ക്. السماوات കഴിഞ്ഞിട്ട് യഅ്തൂനി എന്നാണ് ഉള്ളത്. ഇവിടെയൊക്കെ ശരിക്കും ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് വിളങ്ങും കേട്ടോ. ആരെങ്കിലും മദ്രസ കമ്മിറ്റിയിലെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഭാഗം എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അധ്യാപകർക്ക് നല്ല ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അധ്യാപകർ വെക്കേണ്ടത്. എന്നിട്ട് ശമ്പളം കൊടുക്കണം, നല്ല ശമ്പളം കൊടുക്കണം, നല്ല ഇന്റർവ്യൂ നടത്തണം. അപ്പൊ അവിടെ നിർത്തിയാൽ എങ്ങനെ വായിക്കണം? ഈ തൂനി എന്നാണ് വായിക്കേണ്ടത്. നിർത്തിയില്ലെങ്കിലോ തൂനി. ഞങ്ങളൊക്കെ ഇത് രണ്ട് രീതിയിലും വായിപ്പിക്കും. പഠിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലും വായിക്കും. വഖഫും വസ്ലും വായിക്കും. ചേർത്ത് വായിക്കാം, ചേർക്കാതെയും വായിക്കാം. ചേർത്ത് വായിക്കുമ്പോൾ തൂനി എന്ന് വരും. നിർത്തി വായിച്ചാൽ ഈ തൂനി. പക്ഷെ ഇവിടെ എന്തില്ല?
ഇലൽ ഹുദ വഴി അവിടെ നിർത്തില്ല. നിർത്തിയാൽ പിന്നെ ഈത്തിനാന്ന് ഒരു വാക്ക് മാത്രം പറയാൻ പറ്റില്ല, രണ്ടാമത് എടുത്തു വായിക്കേണ്ടി വരും. ഇലൽ ഹുദ എന്ന് നിർത്തിപ്പോയാൽ ഇലൽ ഹുദ ഇത്തിന. അവിടെ അപ്പൊ അത് നിർത്താൻ പറയുന്നതാണ് പറഞ്ഞു. അതാണ് നിർത്താൻ കഴിയില്ല എന്നല്ല. അവിടെ ഇലൽ ഹുദായിൽ നിർത്താം, അതായത് ശ്വാസം വിട്ടുപോയാൽ നിർത്താം. അല്ല അങ്ങനെ നിർത്തിയാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ വസ്സല് എടുത്തു ഓതണം. ഇലൽ ഹുദ മാത്രമല്ല എടുത്തു ഓതേണ്ടത്, എടുത്തുകൊണ്ടത് ഇലൽ ഹുദ ഇത്തിന. കാരണം ആശയം പൂർത്തിയാകണം. അത് എടുത്തു പോകുമ്പോൾ ഒരു വാക്ക് രണ്ട് വാക്ക് എടുത്തു ഓതിയാൽ പോരാ. ഇലൽ ഹുദ ഇത്തിന എന്ന് ഓതിയാൽ പോരാ. ആശയം മനസ്സിലാകുന്നു. യദ്ഊനഹു അവർ വിളിക്കുന്നു, അവർ വിളിക്കുന്നു ഇലൽ ഹുദ, ഹുദയിലേക്ക്. യദ്ഊനഹു ഇലൽ ഹുദ ഇത്തിന. ഓക്കെ, വേറെന്താണ്? അപ്പൊ ആ രീതിയിൽ ചിന്തിച്ച് ഘടനകൾ, വാക്യഘടനകൾ ചിന്തിച്ച് അതിന് കർമ്മണി പ്രയോഗമാകുമ്പോഴത്തേക്ക് ഫേലും നായിബുൽ സാഹിബാണ് ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ മഫ്ഊൽ ബിഹി ഉണ്ടെങ്കിൽ രണ്ടാമത് മഫ്ഊൽ ബിഹി ഉണ്ടാകും. കർമ്മണി പ്രയോഗം അതെല്ലാം നായിബുൽ ഫായിലാവും. അങ്ങനെ അല്ല, കർമ്മണി പ്രയോഗം വരുമ്പോൾ രണ്ട് മഫ്ഊൽ ബിഹി ഉള്ള ക്രിയയാണെങ്കിൽ കർമ്മണി പ്രയോഗം വരുമ്പോൾ ഒന്നാമത്തെ മഫ്ഊല് നായിബുൽ ഫായിലായിരിക്കും. മഫ്ഊൽ എന്നാണ് പറയില്ല, നായിബുൽ ഫായിലായിരിക്കും. പിന്നീടുള്ളത് മഫ്ഊൽ ബിഹി സാനി എന്നാ പറയാ. രണ്ടാമത്തെ മഫ്ഊൽ ബിഹി, മൂന്നാമത്തെ മഫ്ഊൽ ബിഹി ഒക്കെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ അതില്ലല്ലോ. ഉമിർനായില്ല. കാരണം എന്താണ്? നമ്മളെ കൽപ്പിച്ചു എന്നതിന് രണ്ട് മഫ്ഊൽ ബിഹി വരുന്നില്ല. ഒരാളെ മറ്റേയാളോട് കൽപ്പിച്ചു എന്നാ പറയാ. ആ രീതിയിൽ ഘടനകൾ ചിന്തിച്ച് വാക്കുകൾ ശ്രദ്ധിച്ച് വായിച്ച് വാക്യഘടന മനസ്സിലാക്കി ഗ്രഹിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റ് ഞാൻ പറഞ്ഞു, ഓരോ പോയിന്റ് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എന്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇയാൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് എളുപ്പമുണ്ട്. അയാൾ ചോദിച്ചാൽ മതി. ആരോട്? GPT ചോദിച്ചാൽ മതി. ഏത് തഫ്സീർ ഇപ്പൊ ഞാൻ നോക്കപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞു പിന്നെ ഇതിന്റെ ഈ സൂറത്തിന്റെ വ്യാഖ്യാനം, ഈ സൂറത്തിന്റെ വിശദാംശം തരാൻ പറയുമ്പോഴത്തേക്ക്, ആയത്തിന്റെ വിശദാംശം തരാൻ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആയത്തിന്റെ ഡീറ്റെയിൽ എല്ലാ തഫ്സീറും വരും. അപ്പൊ ഞാൻ പറഞ്ഞാൽ സംഗ്രഹ തഫ്സീർ തരാം, സംഗ്രഹ തഫ്സീർ. അപ്പോഴും ചിലപ്പോൾ വാക്കർത്ഥം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറയും വാക്കർത്ഥം തരാൻ പറ്റും. അറബി പറഞ്ഞാൽ അറബിയിൽ ഉത്തരം കിട്ടും, മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ ഉത്തരം കിട്ടും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉത്തരം കിട്ടും. GPT ചോദിക്കാം. പിന്നെ പുതിയ അഡ്വാൻസ് വെർഷനൊക്കെ വരാൻ പോകുന്നതാണ്. ആ രീതിയിൽ ശ്രദ്ധിച്ച് ചിന്തിച്ച് പഠിച്ച് ഗ്രഹിച്ച് റഫർ ചെയ്ത് പിന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ ചിന്തിച്ച് വായിക്കുക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. واللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام.